ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലെ നമ്മൾ രാവിലെ 6:30 ഇപ്പം ജിമ്മിലെത്തിയിരിക്കുകയാണ്. ജിമ്മിലെത്തില്ല, ഞാൻ അങ്ങനെ വെളിയിലിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്ന് വെച്ചു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ കുറേ ഷോർട്സ് ഇടുമായിരുന്നു. കഴിഞ്ഞ മാസം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടുന്നുണ്ട് യൂട്യൂബിൽ. അപ്പം അതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ എൻ്റെ ഷോർട്സ് എല്ലാം എടുത്തു നോക്കാം. കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുമായിരുന്നു. 30 days ചലഞ്ച് നോർമലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. സാറ്റർഡേ സൺഡേ നമ്മൾ ബ്രേക്ക് എടുക്കുമായിരുന്നു, ബാക്കി 5 days വർക്കൗട്ട് ചെയ്യായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തപ്പം വീഡിയോ എല്ലാം ഷോർട്സ് എല്ലാം എടുത്ത് ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 35 days കഴിഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കണം. അന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു മീൻസ് ഫിറ്റ്നസ്സും ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള ഫിറ്റ്നസ്, അതായത് നല്ല വ്യത്യാസം. നമ്മുടെ ഇഞ്ചസ് ലോസ് ആയിട്ടുണ്ട്, നല്ല ഒരു ആക്റ്റീവായ പോലെ എനിക്ക് തോന്നി കൂടുതൽ. അതായത് നമ്മൾ കുറച്ച് നമ്മുടെ ആ ഫാറ്റൊക്കെ ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വേറെ 2-3 പേരുണ്ട്, 2 പേരുണ്ട് എൻ്റെ കൂടെ, അവരും ചലഞ്ച് ചെയ്തു. അപ്പോൾ അവരുടെയും കൂടെ നിങ്ങളൊന്ന് ശരിക്കും നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോയി ആദ്യത്തെ ഒക്കെ ഷോർട്സ് നോക്കിയാൽ മതി കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇന്നലെയല്ല, മുന്നാന്ന് ഞാൻ ഇട്ടൊരു വീഡിയോ കഴിഞ്ഞ മാസം, അതായത് 1.5 മാസം മുമ്പൊക്കെ ഇട്ട്, അതായത് 1.5 മാസം കൊണ്ട് നമുക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല സന്തോഷമുള്ള കാര്യമല്ല, നമുക്ക് പിന്നെയും വർക്കൗട്ട് ചെയ്യാൻ തോന്നും. ബ്രേക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ ജൂണിൽ ഞാൻ കുറച്ച് ട്രിപ്സ് ഒക്കെ, അപ്പൊ ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫും കൂടെ നമുക്ക് എൻജോയ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഏറ്റവും വലിയ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലോ, 70% ആണ് മീൻസ് ഡയറ്റാണ്, 30% എക്സസൈസ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡയറ്റ് ഒന്നും എടുക്കാതെ നോർമലായിട്ട് ഡയറ്റ്, എക്സസൈസ് ആയിട്ട് ജങ്ക് ഫുഡ് ഒന്നും കഴിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചലഞ്ച് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ഞാൻ ചിലതിന് ഷോർട്സിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. 1 minute ഇത് ചെയ്യുക, 30 seconds അത് അങ്ങനെ ആ കണ്ടിന്യൂസ് ആ പാറ്റേണിൽ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അതും ഞാൻ ഇടാം. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പിന്നെ ഞാൻ ഇന്നലെ ട്രൈപോഡ് വാങ്ങിച്ചു കേട്ടോ. സിഗ്നി പോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ അവിടെ ഇവിടെ വെച്ചിട്ട്, എനിക്ക് ആദ്യം ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി കേട്ടോ, അഴുക്കായിരുന്നു. ഇതിപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട് ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കാം. അപ്പം ഇതായിരുന്നു എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ശരിക്കും നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. അതായത് നമ്മൾ പ്രൂഫ് സഹിതമാണല്ലോ പറയുന്നത്. 1.5 മാസം മുമ്പുള്ള ഷോർട്സും ഇപ്പോഴത്തെ ഷോർട്സും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾ അതേ മോഡൽ, അതേ ആംഗിളിൽ, അതേപോലെ എടുത്ത് ജിമ്മിലെടുത്ത ഷോർട്സ് ആണ് എല്ലാം. അപ്പം നിങ്ങളൊന്ന് വ്യത്യാസം കണ്ടിട്ട് പറയണേ. അപ്പം ഇന്നത്തെ ഇന്ന് നമ്മൾക്ക് ഇന്ന് വെനസ്ഡേ ആകുമ്പോൾ ഇന്ന് എയറോബിക്സ് ആണ്. ഇന്ന് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ ആദ്യം എയറോബിക്സ് ചെയ്യും, ഒരു 35 minutes. അത് കഴിഞ്ഞ് നമ്മളൊരു 40 minutes 35 minutes യോഗയും. ഇതാണല്ലോ നമ്മുടെ റുട്ടീൻ. ബാക്കി പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് കാണാം കേട്ടോ. അപ്പം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണം. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഓർത്ത് ഞാനൊരു സാധനം മറന്നു വെച്ചു, അതെടുക്കാനായിട്ട് തിരിച്ചു പോവാണേ. അപ്പം ഞാൻ ഇന്ന് പോകെ വീഡിയോ വീട്ടിൽ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ എവിടെയെല്ലാം ഭയങ്കര ചൂടായതുകൊണ്ട് ആ ഗ്രീൻ നെറ്റ് ഇടുക കേട്ടോ, മുകളിൽ നിന്ന് താഴെ വരെ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയെല്ലാം പോകും, ഭയങ്കര ചൂടാട്ടോ. ഈ 9 ദിവസം എന്തോ സ്പെഷ്യലാണ്, അപ്പോൾ അത് ഭയങ്കര ചൂടാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നടക്കണം. അപ്പം ഞാൻ ഇന്ന് വീട്ടിലെ വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചതാണ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് എമർജൻസി ആയിട്ട് പുറത്ത് പോകേണ്ടി വന്ന കാരണം പിന്നെ ഞാൻ വീഡിയോ അത് ഇട്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഒരു ബോളി ഫിറ്റ്, അതായത് നമ്മൾ ബോളിവുഡ് സോങ്സിന് ഒപ്പിച്ചിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കുകയാണ്. പക്ഷെ അതൊരു ഡാൻസ് സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾ കൂട്ടരുത്. അത് ജസ്റ്റ് നമ്മുടെ വർക്കൗട്ടാണ്. കൈയും കാലും എല്ലാം നമ്മൾ നല്ലതായിട്ട് മൂവ്മെൻറ്റ്, കാർഡിയോ പോലെ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അതല്ലൊരു ഡാൻസ് മൂവ്സ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സുംബയൊക്കെ ചെയ്യത്തില്ല, അതിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാറ് ചെയ്യിപ്പിക്കുന്നുണ്ട് ട്യൂസ്ഡേയ്സിൽ. അപ്പോൾ അതിൻ്റെ ഞാൻ ആ വീഡിയോ ഇട്ടേക്കുവാണ് മ്യൂട്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അതായത് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് യോഗ ചെയ്യും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം യോഗ എല്ലാ ദിവസവും ചെയ്യും, അത് കുഴപ്പമില്ല. ബാക്കി നമ്മൾ എക്സസൈസ് എല്ലാം മാറ്റി ചെയ്യണം. അതായത് നമ്മൾ ഇവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ബോളി ഫിറ്റ് ചെയ്യും, ഒരു ദിവസം എറോബിക്സ് ചെയ്യും, ഒരു ദിവസം ക്രോസ് ഫിറ്റ് ചെയ്യും, ഒരു ദിവസം സുംബ ചെയ്യും. അങ്ങനെ മാറിയാണ് കേട്ടോ. നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ അതായത് നമ്മുടെ മൈൻഡ് അതങ്ങ്
അതായത് മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ ട്രെഡ്മില്ല് ചെയ്യുന്നു, റൊട്ടീനിൽ പോകുന്ന ആൾക്കാരില്ല. ഞാൻ ജിമ്മിൽ ചിലപ്പോൾ റൊട്ടീനിൽ പോകുമായിരുന്നു. ആദ്യം ട്രെഡ്മില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു റോഡ് വെച്ചിട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടിന് ഒരു എഫക്റ്റും വരത്തില്ല ഒരേ എക്സസൈസ് തന്നെ ചെയ്താൽ. അതായത് നമ്മുടെ മസിൽ മെമ്മറിയിൽ അത് സ്റ്റോർ ആയിട്ട് ഒരു നെക്സ്റ്റ് ഇതാ വരുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ഒരു എഫക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് മാറി മാറി ചെയ്യണം. അതായത് നമ്മുടെ മസിൽ മെമ്മറി, അതായത് ബ്രെയിൻ അത് റീകളക്ട് ചെയ്യാൻ പറ്റരുത്. ഒരു ദിവസം ഇത് ചെയ്തു, പിറ്റേ ദിവസം വേറെ ചെയ്തു, അങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് എഫക്റ്റ് വരുന്നത്. ഇത് പെട്ടെന്ന് എഫക്റ്റ് വരാനുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഒരേ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുക. ഒരു ദിവസം വാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വേറെ സുംബ ചെയ്യുക. അങ്ങനെ മാറി 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 മാത്രം ചെയ്യണം. അപ്പം ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഞാൻ 30 days ചലഞ്ച് എടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞു. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് ആ 30 days കഴിഞ്ഞ ഉടനെ ഉള്ളതിലും കൂടുതൽ ചേഞ്ച് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള 20 ദിവസം, അതായത് 50ാമത്തെ ദിവസം മുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കണേ, നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ എനിക്കറിയാം നല്ല ഡിഫറൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയാനായിട്ടായിരുന്നു. നമ്മളൊരു ചലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അതിങ്ങനെ ചെയ്തു. ചലഞ്ചെന്ന് പറഞ്ഞത് വലിയ ചലഞ്ചൊന്നും അല്ലായിരുന്നു, ഓൺലി കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ ചലഞ്ചിനകത്തുള്ള. പിന്നെ ജങ്ക് ഫുഡ് കുറയ്ക്കുക. എന്തായാലും വൺസ് ഇൻ എ വീക്കൊക്കെ ഞാനും സ്വീറ്റ്സും എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടത് നമ്മളൊരു ഏത് ഡയറ്റ് എടുത്താലും കുറേ നാളത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു 10 വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതായത് ക്രാഷ് ഡയറ്റ് എടുത്ത് പെട്ടെന്ന് കുറച്ചിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ചോറ് ഒക്കെ കഴിച്ചപ്പോൾ പെട്ടെന്ന് വണ്ണം വയ്ക്കും. അതിൽ നല്ലത് ഞാൻ എടുത്ത ഈ മെത്തേഡാണ്. ഞാൻ നന്നായിട്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതേപോലെ എല്ലാം നോർമലായിട്ട് ചോറ്, ചപ്പാത്തി എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. അതായത് ബോഡി ടോൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏജ് 50 ആണ്. ആ ഒരു സമയത്ത് എനിക്ക് ഇതിലും കുറഞ്ഞ ഏജുകാർക്ക് ഇതിലും പെട്ടെന്ന് തന്നെ ടോൺ ആവാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 40 മിനിറ്റ് ചെയ്താൽ മതി, പക്ഷേ അതെന്നും ചെയ്യണം, ബ്രേക്ക് എടുക്കുക. അതായത് ആഴ്ചയിൽ ഒരു 5 ദിവസം വർക്കൗട്ട് ചെയ്യുക. ആഹാരം നമ്മൾ ലിമിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നിറയുന്ന പോലെ കഴിക്കാതിരിക്കുക. പിന്നെ മൂവ് യുവർ ബോഡി, അതായത് ഒത്തിരി നേരം കട്ടിലിൽ ഇങ്ങനെ ഇരിക്കാതിരിക്കുക. നടക്കുന്നത് മാത്രം ഒരു എക്സസൈസ് അല്ല. വാക്കിംഗ് ഈസ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ പറയാനുള്ളത്. നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വ്ളോഗ്സ് ഇടാനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും വ്ളോഗ്സ് ഇടാം. അപ്പം എക്സസൈസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എക്സസൈസിൽ നിന്ന് ബ്രേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് വ്ളോഗ്സുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എക്സസൈസിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ലൈഫല്ലേ, മൂവ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. ജൂണിൽ അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിൽ എൻ്റെ ബോഡിയിൽ വരുന്ന മാറ്റത്തോട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ലക്ഷ്മി. നമുക്ക് 223 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു.